ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ എല്ലാവരും നോക്കി നിൽക്കണേ? ജോലി ചെയ്യാ. മമ്പള്ളി, ഭരണി കയറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങൾ ഉണ്ടോന്ന് നോക്കുമായിരുന്നു. ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് അറിയുവോ? നാഗതന്തി വരെ, കുമ്പിൽ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഒരില വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ ഇത്യാദി ചേർത്ത് ഒരു ഫലം വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിബലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു ഫലം വീതം ചേർക്കണം വിധിപ്രകാരം. പറയാഞ്ഞിട്ടല്ല. ഇങ്ങോട്ടിറങ്ങുക. സ്വിച്ചിട്ട ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല, നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ പാരമ്പര്യ വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മറ്റൊന്ന്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല. 1045 കൊല്ലത്തെ പഴക്കമുള്ള ഈ സ്ഥാപനം ഐശ്വര്യം കെടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ശ്രീ പരമാനന്ദ സിദ്ധവൈദ്യാശ്രമത്തിലെ ഔഷധങ്ങൾക്ക് പിഴയുണ്ടാവില്ലെന്ന് മാലോകർക്കുള്ള വിശ്വാസം കൊണ്ടാ. അതെ, അത് കളഞ്ഞു കുളിക്കാൻ ഒരുത്തരെയും ഞാൻ അനുവദിക്കില്ല. വിശ്വാസവഞ്ചന കാണിച്ചാലുണ്ടല്ലോ, ഈ മതിൽക്കെട്ടിനകത്ത് വെച്ചു വാഴിക്കില്ല ഞാൻ. ശ്രീ പരമാനന്ദ സിദ്ധഗുരുവാണ് സത്യം. പറഞ്ഞത് കേട്ടല്ലോ. ഒരണപ്പല്ലേ. നന്നായി. ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തീട്ട മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരു 6 നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. മാമ്പുല്യാശനായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചേ? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. ഓ, എന്താ ചൂട്. ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. ഞാൻ മാമ്പള്ളി വാസുദേവൻ. എല്ലാരും മാമ്പള്ളിന്നാ വിളിക്കാം. അറിയാം, മർമാണി വൈദ്യരാണല്ലേ? ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. ഇരിക്ക. താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ, ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗ. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും ഒരു ബ്രഹ്മചാരിയാണ്. അപ്പൊ വിവാഹം ഒരിക്കല് കഴിച്ചതാ. പക്ഷെ ഭാര്യാസുഖം അറിയാൻ തരപ്പെട്ടില്ല. ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലാന്ന് പറയാ. അതെന്താ? മർമ്മം പഠിച്ചതുകൊണ്ടുള്ള ദൂഷ്യം തന്നെയാ. തൊടാന്ന് വെച്ചങ്ങ് അടുത്ത് ചെല്ലും. പക്ഷെ എവിടെയാ തൊടുക? മർമ്മസ്ഥാനത്ത് എങ്ങനെ തൊട്ട പ്രശ്നമാകുമെന്നൊരു പേടി. മർമ്മത്തിന്റെ മഹത്തൊട്ട് പറഞ്ഞു ധരിപ്പിക്കാനും തരപ്പെട്ടില്ല. അങ്ങനെ 2 കൊല്ലം പോയി. പിന്നെ അവളും പോയി. എന്റെ ശിഷ്യനൊരുത്തനുണ്ടായിരുന്നു, അവന്റെ കൂടെ. ദേ, ഇയാള് വിഷമിക്കണ്ട, അതൊക്കെ അങ്ങനെ കിടക്കും. തൊട്ട് നോക്കാൻ എന്തെങ്കിലും കൊണ്ടുപാടോ? എനിക്കാൻ സമ്മതിക്കൂല. ഇവിടത്തെ ബ്രഹ്മചാരികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനൊരു പൂജ പതിവുണ്ട്. എന്താ നോക്കണേ? അളവ് കൃത്യായിരിക്കും. ജയദേവൻ എങ്ങനെയാ? പൂജാതി കർമ്മങ്ങളിൽ താല്പര്യമുണ്ടോ? വല്ലപ്പോഴും. ഇങ്ങോട്ട് എടുക്ക. നിങ്ങളെ കുറിച്ച് ഹരിപ്രസാദ് ചിലതൊക്കെ എന്നോട് പറഞ്ഞു. താൻ എന്തോ അതീ മർമാണി വിദ്യ പഠിച്ച ഒരാളെ ചൂണ്ടാണി വിരല് കൊണ്ട് ചൂണ്ടി നിർത്താന്നൊക്കെ പറയുന്നത് ശരിയാണോ? സംശയമുണ്ടോ? എന്നാ പിടിക്ക. എന്റെ പറച്ചിനിക്കട മുത്തപ്പ, മിന്നിച്ചേക്കണേ. വിരോധമില്ലെങ്കിൽ എന്നെ വിദ്യ ഒന്ന് പഠിപ്പിക്കാമോ? ആവാലോ. നല്ലൊരു മുഹൂർത്തം നോക്കി തുടങ്ങി വേണ്ടു. ഇന്നൊരു കാര്യം, ഏകാഗ്രത വേണം. മനസ്സിൽ ഭയമേ ഉണ്ടാകാൻ പാടില്ല. എന്തോ വാതിൽ തുറക്കണോ? പോയി. ആര്? നമ്മുടെ പ്രേമദാസ്. അവനോട് പോയി. സർക്കാർ ആശുപത്രി ജലവാടി കിടന്ന് 3 ദിവസം മുമ്പ് മരിച്ചു പോയടാ. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. നിനക്ക് ഈ കത്തൊക്കെ കിട്ടി? വൈകിട്ടത്തെ പോസ്റ്റിൽ വന്നതാ. ഒരു അനാഥ പ്രേതം പോലെ സർക്കാരിന്റെ ശവപ്പറമ്പില്. അപ്പൊ ശവദാഹം കഴിഞ്ഞോ? കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. എന്റെ പറച്ചെടുക്കണ്ട മുത്തപ്പ. ഹരിപ്രസാദേ,
മെഴുകുതിരി എടുത്തോളൂ. തീപ്പിടി ബസുമതിക്ക് പാദസരം മേടിക്കാൻ വേണ്ടിയാണ് കള്ളക്കണക്ക് എഴുതി നീ പണമെടുത്തതെന്ന് എനിക്കറിയാം. ആ പാസരമുള്ള കാലിലളിയിക്കാൻ പറ്റാതെ എന്നേക്കുമായി നീ പോയല്ലോടാ. ആഗ്രഹങ്ങൾ സാധിക്കാതെ അകാലമൃത്യു അടഞ്ഞവരുടെ ആത്മാക്കളെ സൂക്ഷിക്കണം. അവറ്റകളുടെ ശാന്തി കിട്ടാതെ അലഞ്ഞു പോയി വാതിലടയ്ക്കുന്ന പ്രേതാത്മാവായിരിക്കും. എന്താ പുറത്തിറങ്ങണ്ട. നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടത് അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഏയ് ഞാനില്ല ഞാനില്ല. നമ്മൾ 4 പേരില്ലേ? വാ നോക്കാന്ന്. പ്രേതം തന്നെയാ. പ്രേതമൊന്നും അല്ല. വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ, അല്ലാതെ പിന്നെ ആരും പേടിക്കണ്ട. ഐ ആം റിയലി ഹാപ്പി. നിങ്ങൾ എല്ലാവരും എന്റെ ഉത്തമ സുഹൃത്തുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാ എന്റെ മരണ വാർത്ത എഴുതി അറിയിച്ചത്. സത്യമാണോ പ്രേമദാസ? സംശയം ഉണ്ടോ? നോക്കിയേ. എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഹലോ, ഐ ആം പ്രേതദാസൻ, പ്രേമദാസൻ. ഞാൻ ജയദേവൻ. അറിയാം, ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. അല്ല മാമ്പള്ളി, ആ നീലേണ്ടം വൈദ്യരോട് പ്രതികാരം ചോദിക്കാതെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റുമോ? എന്നെ അന്യായമായി പിരിച്ചുവിട്ട ആ കംസനെ കൊല്ലാൻ ജനിച്ച ശ്രീരാമനാണ് ഞാൻ. കംസനെ കൊന്നത് ശ്രീകൃഷ്ണനാടോ? ആ, അതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചെറിയ തർക്കങ്ങളുണ്ട്. തർക്കം അവിടെ നിൽക്കട്ടെ. തനിക്ക് ആ കംസനോട് പ്രതികാരം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ട്, പക്ഷെ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ തന്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്റെ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കലില്ല. ആരുടെ? ആതിരമോടെ. ഗൾഫിൽ നിന്ന് ഒരു കാർഗോടകം വരുന്നുണ്ട്, ബാലഗോപാലൻ. അവന്റെ കയ്യിൽ പിടിച്ചു കൊടുത്ത് ആ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ പോവാ ആ കംസൻ. അയാൾ ആതിരയുടെ മുറച്ചെറുക്കനല്ലേ? അതുകൊണ്ട് ആ കുട്ടിക്ക് കൂടി ഇഷ്ടാവണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവളുടെ മനസ്സിലാനന്ദനാ. പെറ്റിട്ടപ്പോഴേ അമ്മ മരിച്ചു. 6ാം പിറന്നാളിന്റെ അച്ഛനും പോയി. സിംഗപ്പൂരിൽ നിന്ന് മോളെ കാണാൻ പറന്നു വന്നതാ. ഒരു നിമിഷം കൊണ്ടെല്ലാം കഴിഞ്ഞു. പിന്നെ ആ കുട്ടീനെ ഈ നെഞ്ചത്തിട്ട ഞാൻ വളർത്തിയത്. ആ കുട്ടിക്ക് വേണ്ടി ഞാനിപ്പോൾ എന്താ ചെയ്യാ? വൈദ്യരോട് അടുപ്പുള്ള ആരെങ്കിലും കൊണ്ട് ഈ പ്രശ്നമൊന്ന് അവതരിപ്പിച്ചൂടെ? കംസൻ ഭയക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമി. വെറും നാട്ടുവൈദ്യനായിരുന്ന ഈ നീലാണ്ടനെ വൈദ്യം പഠിപ്പിച്ച് സകല സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത മഹാജ്ഞാനി. അദ്ദേഹം ഒന്ന് ഇരുത്തി മൂളിയ വൈദ്യർ ഉടുതുണിയിൽ മൂത്രിക്കും. എന്നാ പിന്നെ അങ്ങേരെ വിളിച്ചൂടെ? ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രം സ്വാമി ഇനി കുടിയെന്ന് എഴുന്നേറ്റ് വരുമെന്ന് തോന്നണില്ല. തീർത്ഥാടനത്തിന് പോയതാ. പിന്നെ വന്നത് സമാധിയായെന്നുള്ള ടെലഗ്രാമാ. ആരാ ടെലിഗ്രാം അടിച്ചത്? സ്വാമിയുടെ ഏതൊരു ശിഷ്യ. എന്നാൽ അയാളെ വിളിക്ക്. തോട വിധി, അയാൾ എവിടെയാണെന്ന് ആർക്കറിയാം? അദ്ദേഹം ഇവിടെയുണ്ട്. എവിടെയുണ്ട് സ്വാമി? ജയദേവൻ, ജയദേവാനന്ദ സ്വാമി. അല്ല, ഞാൻ ഒരു ചെറിയ വേഷം കെട്ട്. എന്താ പിടികിട്ടിയോ? ആരുടെ അടുത്ത വേഷം കെട്ടണെന്ന് ഓർമ്മ വേണം. ആശ ഞങ്ങളുടെ കൂടെ നിന്നാ മതി, സംഗതി എല്ലാം ഡോൾബി ആവും. ഡോൾബിയോ? ഓക്കെ എന്നാ ഉദ്ദേശിച്ചത്. ഒന്നുകൂടെ വന്നേ. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എന്തായാലും നിനക്ക് മറ്റൊരു താവളം കണ്ടുപിടിച്ചേ പറ്റൂ. വൈദ്യാശ്രമത്തിൽ കയറി പറ്റിയ പിന്നെ ഭാർഗവനും രാഘവനും എന്നല്ല, സാക്ഷാൽ ഭഗവാൻ വിചാരിച്ചാൽ പോലും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊക്കെ അപകടാവൂലേ? ഒരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇല്ല. മാത്രമല്ല, അവിടെ ചെന്ന് പറ്റിയ പിന്നെ നിനക്ക് ആതിരെ പരിചയപ്പെടാം. അവളുടെ വിശ്വാസം നേടിയെടുത്താൽ അനന്തനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്യാം. എന്നാലും എന്റെ ഹരി, ഞാൻ കേൾക്ക്. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? അല്ല, ശിഷ്യനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ വൈദ്യർ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയായിരുന്നു. പേടിക്കണ്ട, അതിനുള്ള പൊടിക്കൈകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പൊടിക്കൈകളൊക്കെ കൊള്ളാം, പക്ഷെ സംഗതി നടപ്പിലാക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ്? അതെ, ജയദേവന് സ്വാമിയായിട്ട് പോസ്റ്റിംഗ് കിട്ടിയാലുടൻ എന്റെ ഡിസ്മിസൽ റദ്ദാക്കണം. അതൊരിക്കലും നടക്കില്ല. ആദ്യം അവിടെ കേറാൻ പറ്റുമെന്ന് നോക്കട്ടെ. മതി, അവിടെ കേറിട്ട് മതി. അപ്പൊ എന്നാണ് സ്വാമിയായിട്ട് രംഗപ്രവേശം നടത്തേണ്ടത്? ഹായ്, എന്താ ഇത്? കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ. എന്താ കാര്യം? ജോലി ചെയ്യാ. ഇങ്ങോട്ട് വരിക. എന്താ മോളെ? ഞാൻ വല്ല കുളത്തിലോ പുഴയിലോ ചാടി ചാവാൻ പോവാ.
എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ എന്താ ഈ കുട്ടി പറയണേ? ആത്മഹത്യ വലിയ പാപട്ടോ. ആയിക്കോട്ടെ, പക്ഷെ വായി നോക്കിക്ക് കഴുത്ത് നീട്ടിനാലും ഭേദമാ. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താ ഉണ്ടായേ? ബാലഗോപാലൻ വരണു ഉത്തര കത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇഷ്ടമില്ലെന്ന് മുത്തശ്ശി പറഞ്ഞതാ. എന്നിട്ട് ഒരു ഇഞ്ച് ഇളകിയിട്ടില്ല മുത്തശ്ശിന്റെ മനസ്സ്. എന്നോട് സ്നേഹം ഉണ്ടെന്ന് പറയണ വെറുതെയാ, ഒക്കെ വെറും നാട്ടിയാ. ഹൈ, എന്തിനെങ്ങനെ കിടന്ന് പഠിക്കണേ? കോളേജിൽ പഠിക്കണ കുട്ടിയല്ലേ നീയെ? ആൾക്കാരെ കേട്ടാ കളിയാക്കി ചിരിക്കും. വേണ്ട, പറഞ്ഞു മയക്കണ്ട. ആദ്യം ഒന്ന് തീരുമാനിച്ച പിന്നെ മാറ്റമില്ല. എന്റെ മനസ്സിന് ഇഷ്ടമല്ലാത്ത ആൾക്ക് അങ്ങനെ പിടിച്ചു കൊടുക്കാച്ച ജീവൻ കളയും ഞാൻ. അയ്യേ, വേണ്ടാതൊക്കെ ചിന്തിക്കാണ്ടിരിക്കാം. വേറെ എന്തൊക്കെ വഴി കിടക്കണു? എന്ത് വഴി? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഒരാളിവിടെ എത്തിയിട്ടില്ലേ? ജയദേവാനന്ദ സ്വാമികൾ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ്, കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. അത്രയ്ക്ക് ജോറാണോ? വൃത്തിയട്ടവനെ, മനുഷ്യൻ ഒരുപാട് ഭ്രാന്ത് പിടിപ്പിച്ചാണ്ടല്ലോ. ബാക്കിയുള്ളവന്റെ നെഞ്ചോടെ പടപടാന്ന് ഇടിക്കുക. പിന്നെ എല്ലാവരുടെയും നെഞ്ച് ഗുടഗുടാന്നാണ് ഇടിക്കുന്നത്. എടാ തെണ്ടി, ഇതാണോ സ്വാമിയുടെ വേഷം? എന്താ ശരിയായില്ലേ? ഒരു വൈപ്പ് മീശ ഇവിടെ വെച്ചാലോ? പിന്നെ എന്താ വേണ്ടെന്ന് പറ. സ്വാമിയുടെ ഡ്രസ് ഇതിലും നന്നാക്കണമെങ്കിൽ കുറച്ചുകൂടെ മാലയും കളർഫുൾ ഡ്രസ്സും വാങ്ങിക്കേണ്ടി വരും. എടാ പോത്തെ, വേഷം കിട്ട് ഓവറായി ചിലപ്പോ വൈദ്യർക്ക് വല്ല സംശയം തോന്നും. കള്ളത്തുറങ്ങാനും പൊളിഞ്ഞണ്ടല്ലോ. വൈദ്യര് നമ്മൾ അരച്ച് കലക്കി വാർപ്പിലിട്ട് വല്ല കഷായാക്കും. അതെന്ത് കഷായം? കരിങ്കുരങ്ങി കഷായൻ. വൈദ്യരാണെന്ന് തോന്നുന്നു. അത് ഊതി വെച്ചിട്ട് പോടാ പണ്ടാറക്കാല. ഇങ്ങോട്ട് താങ്ങും. ആതിര കുഞ്ഞായിരുന്നോ? എന്തേ? സ്വാമി ഒന്ന് കാണാൻ വന്നതാ. സ്വാമി ആസനത്തിലാ. എന്താ? യോഗാസനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. അത് ഞാൻ സ്വാമിയോട് പറഞ്ഞോളാം. അതാണ് നല്ലത്. എന്നാലും ദാസാ. സ്വാമി അങ്ങ് ആസനത്തിൽ നിന്നും എപ്പോ ഉണർന്നു? വെളിയിലാരോ കാത്തു നിൽക്കുന്നു മനസ്സിൽ തോന്നി. സ്വാമിയുടെ കള്ളദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. മനസ്സിലെ ആഗ്രഹത്തിന് മാർഗതടസ്സമായി ആരോ വരുന്നു അല്ലേ? അതെ, എന്റെ മുറച്ചെറുക്കനാ. പക്ഷേ അറിയാം, ബാലഗോപാലിനെ ആദരിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ വേറൊരാളെ കുടിയിരുത്തിയിരിക്കുന്നു. പേടിക്കണ്ട, മാർഗതടസ്സം നാം നീക്കിത്തരാം. ഉം, വിവാഹത്തിന് സമ്മതമല്ലെന്ന് മുത്തച്ഛന്റെ നാവുകൊണ്ട് തന്നെ നാം പറയിപ്പിക്കാം. അതെ, ആ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പതപ്പിച്ച് പുതപ്പിച്ച് ഇവിടുന്ന് പാഴ്സൽ ചെയ്തോളാം. എന്താ പോരെ? അത് നടക്കോ സ്വാമി? നടത്തിത്തരാം. തൽക്കാലം മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഉം, വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞോളൂ. ബാക്കി കാര്യം നാം ഏറ്റു. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. കുട്ടി സമാധിയായിട്ട് പൊക്കോളൂ. സമാധാനായിട്ട് പൊക്കോളൂ. അനന്താ, സ്വാമി വിളിച്ചോ? പത്മനാഭനെ വിളിച്ചതാ. അനന്ത പത്മനാഭ, നീയും നിന്റെ ഒരു അനന്തനും വിടില്ലടി ഞാൻ. അതൊക്കെ വേഗം അങ്ങോട്ട് കേട്ടാ, അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ദേ, അവിടെ. ആരാ? എന്താ പറഞ്ഞേ? മാഗിൽക്കു മനസ്സിൽക്കു എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബാലഗോപാലൻ. എന്റെ കുട്ടിയെ, എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. നീ അങ്ങ് കറുത്ത പോയല്ലോടാ. അയ്യേ, ഞാൻ കറുത്തതല്ല ദീദിമ, ഇത് ഞാൻ കറുപ്പിച്ചതാ. ഇതാണ് ഒളിമ്പിക് സ്റ്റൈൽ. ജസ്റ്റ് ഫോർ കാലുസ്. മുത്തച്ഛൻ എവിടെ? മുത്തച്ഛനോ? ആ, നിന്നെ കൊണ്ടുവരാനായിട്ട് കാലത്ത് കാറുമായിട്ട് പോയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ബാലേട്ടനെ കണ്ടിട്ട് വൈദ്യരമാമ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നേരാ. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞാനൊരു ടാക്സി വിളിച്ച് ഇങ്ങ് പോന്നു. നിങ്ങളെല്ലാം കാണാനുള്ള ഒരു അതെ. ഓ മൈ ഗോഡ്, മൈ ഡിയർ മർമാണി മാമ. മർമാണി മാമന് ഒരു വ്യത്യാസമില്ല. അതെ, പാനുവതിയും കൂടെ കൂട്ടി വരായിരുന്നില്ലേ നിനക്ക്? അച്ഛൻ ഒറ്റയ്ക്കാക്കിട്ട് അമ്മ പോരോ? അച്ഛനാണെങ്കിൽ നിന്ന് തിരിയാൻ പറ്റണ്ടേ? എന്തു പറ്റി? നടുവിന് വല്ല ഉളുക്കും വീണുവോ? ഉളുക്കല്ല, തിരക്കൊണ്ട. ഓ, തിരക്കുണ്ട്. ആതിരെവിടെ? അവൾ അകത്തുണ്ട്. എന്നിട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലല്ലോ. ബസ്മതി, ആതിരെ ഒന്ന് വിളിക്കൂ. താലോ നിലവിളക്കോ വല്ലതും എടുക്കണോ? അതിനൊക്കെ ഉള്ള സമയം വരുന്നില്ലേ ഉള്ളൂ. തൽക്കാലം ആതിര മാത്രം മതി. ആ, വിളിക്കൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. താങ്ക് യു. ഉം. ഏ? അതൊക്കെ ആയിക്കോട്ടെ. ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും. ഓ, ആ, വന്ന കാലം നിക്കാണ്ട് കുട്ടി ഇങ്ങടെ അകത്തേക്ക് വരൂ. ആതിര വരട്ടെ. ആ പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് തെക്കിനിയിലേക്ക് വെക്കാ. ഓക്കേ. ലഗേജ് എല്ലാം എടുത്ത് യാണി മാമനെ അല്ല മർമാണി മാമനെ ഏൽപ്പിച്ചേക്കൂ. ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം? കുഴിമാടമല്ല കൃഷ്ണൻകുട്ടി.
എന്താ കുറുന്തോട്ടിയോ? കുറുന്തോട്ടിയല്ല, കൃഷ്ണൻകുട്ടി. ഗൾഫിൽ എല്ലാവരും എന്നെ ചകൻ ഛാ എന്ന് വിളിക്കും. ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ്. ഓ, ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെ ആവും അല്ലേ? അയ്യേ, നീ എന്താ ഇങ്ങനെ വായ വിളിച്ചു നിക്കണേ? ഇതാരിത്? ശ്രീദേവിയോ, മാധുരി ദീക്ഷിത്തോ, സുസ്മിത സെന്നോ, അല്ല നഗ്മയോ? നഗ്നയോ? പാട്ട് കുപ്പായ അണിഞ്ഞ അവള് നിക്കണേ. ഇതെന്റെ ആതിര തന്നെയാണോ? എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവനേതാ? പ്രേമദാസൻ, ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു. ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ. സ്വാമികളോ? എവിടെ? നാം ഇവിടെയുണ്ട് മോനെ. ഇത് സാമ്യോ? അതെ, ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ ദമേഹടവർത്തിൽ നിന്നും മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമിമാരെ കുറെ ഞാനും കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ താടി മുടി വളർത്തിണ്ടാവും, അല്ലെങ്കിൽ മൊട്ടത്തലും ക്ലീൻഷവായിരിക്കും. ഇതൊരുമാതിരി മീശ മാത്രം വെച്ച് സിനിമാ ഹീറോയെ പോലെ ഒരു സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാം. ദോഷം കിട്ടണൊന്നും പറയണ്ട, മനസ്സിലൊന്നും ഓർത്താ മതി. മാനത്ത് കാണുന്ന ആളാ. ക്ഷമിക്കണ സ്വാമിയേ. വസു, ഞാൻ എത്തി. ഉന്നാരും ഒന്നും വേണ്ട. ആരാ അകത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ. അടുക്കളപ്പുറത്ത് നിന്നാ മതി, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷം കെട്ടണ്ട. എന്താ ഇവിടെ? തന്നോട് ആരാ പറഞ്ഞ ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്കാ അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്, സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില ഉദാസ, ഇവിടെ വാടാ. രാമദാസ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയോ? എന്താ കാര്യം? സത്യം പറ. ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞു തന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞു നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാണ്. ഈ തറവാട്ടിലെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ. ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. 48 മണിക്കൂറിനകം നിന്നെ നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകളെ കെട്ടുപൊട്ടിച്ചിവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലഗോപാലൻ എന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ ഓപ്പറേഷൻ നടത്താൻ പോണേ. ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ? ചോറ്. ഇത് രണ്ടിന്റെ അവസാനത്തെ അത്താഴമാണെന്ന്. അതാണോ ഉദ്ദേശിച്ചത്? താൻ സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ? അതെ. തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി? ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ. ഹോമോ? ഞാനൊരു സത്യം പറയാം. മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ഇടക്കിടക്ക് ഇവിടെ വരും, സുഭദ്രാമച്ചിയുടെ ദേഹത്ത് കൂടും. അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം തുടങ്ങാൻ പോവുക. ബി കെയർഫുൾ. എന്നിട്ട് സാധനങ്ങളൊക്കെ സ്വാമിനെ ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചു. എന്നാ പോ. സാധ്യനാരായണ ഋഷി ദേവി ഗായത്രി ഛന്ദ പരമാത്മ ദേവത ഓം നമോ നാരായണ ഓം കാളി കാളേശ്വരി സർവമംഗല സ്വരൂപിണിയ സ്വാഹ. സ്വാഹ. ശിഷ്യ, സ്വാമി. കൈക്കുമ്പിൾ നീട്ടിക്കൊള്ളൂ. ഹരിഹോം. ദൈവമേ, എഴുന്നേറ്റ് ഇടമോ വലമോ തിരിഞ്ഞോ നോക്കാതെ ഒന്ന് മുരിയാടാതെ കിടപ്പുമുറിയിൽ ചെന്ന് മുറിയുടെ കിഴക്ക് ഭാഗത്തി പ്രസാദം വെക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ സിന്ദൂരം നെറ്റിയിൽ അണിയുക. സ്വാമി ദക്ഷിണ. ഓ ആവാം. പിന്നെന്താ, എഴുന്നേറ്റുള്ളൂ, എഴുന്നേറ്റുള്ളൂ. ദക്ഷിണ. ഓം കാളി അമ്മേ സർവമംഗളാനുഭവന്തു. എല്ലാ വിഘ്നങ്ങളും മാറട്ടെ. ആകാശം തന്നെ ദക്ഷിണ എനിക്കുള്ളതാണ്. ഹോമം കസറി ശ്ലോകം ചൊല്ലിയപ്പോ കംസന് വല്ല സംശയം തോന്നിയാവോ? അല്ല, ഇന്റിമേറ്റ് ഫ്രണ്ട് ഇതൊക്കെ എവിടെ പഠിച്ച്? ഹോമവും വഴിപാടൊക്കെ ഒരുപാട് നടത്തി തറക്കല്ല് പൊളിച്ച ഒരു തറവാട്ടിലെ മെമ്പറാണ് ഇഷ്ടോ. ഇതൊന്നൊരു പുത്തരിയല്ല. പിന്നെ എന്റെ ഒരു ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലോ. അപ്പഴേ പിന്നെ നമുക്ക് നാളെ കാണാം. എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അതെന്താ അത്ര അർജന്റായിട്ട്? നമ്മുടെ പതിവുള്ള പൂജയ്ക്ക് ഇതില്ലേ? അതെ, ഹോമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 2 ചെറിയ ഡോൾബി ഞാൻ പൂജിച്ചു. മുത്തപ്പ, നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ജോയിൻ ചെയ്തോളാം. പിന്നെ ഒരു കാര്യം പറഞ്ഞ ആരും ബഹളം ഉണ്ടാക്കരുത്. മരുന്ന് ശാലയിൽ നിന്ന് ഞാൻ 2 ഉരുളി എടുത്തിട്ടുണ്ട്.
വിറ്റോ? വിറ്റിട്ടൊന്നുമില്ല. ഒരു കല്യാണ പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. നാളെ കിട്ടും. പിന്നെ 2 തൂക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിവിടെ നിലവറെ കിടന്ന് ചുമ്മാ ക്ലാവ് പിടിക്കല്ലേ. അതവിടെ ക്ലാവ് പിടിച്ചിട്ട് നിനക്കെന്താ? പേടിക്കണ്ടെന്നേ. പിന്നെ വാടക ഇനത്തിൽ കിട്ടുന്ന ഡോൾബി ഉണ്ടല്ലോ, അത് നമുക്ക് പൂജയ്ക്ക് എടുക്കാം. എന്താ? അങ്ങനെയാണെങ്കിലും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതെ, ദക്ഷിണക്കാശ് കൊണ്ട് തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോളൂ, ഇല്ലേ വയറരിയും. എന്റെ നെഞ്ചിരിയുക. ഇവന്റെ തരികിടെങ്ങാനും വൈദ്യുതിയറിഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പാ, ഇവറ്റകളെല്ലാം കൂടി എന്നെ വഴിയാധാരാക്കോ? അല്ലെങ്കിൽ തന്നെ 48 മണിക്കൂറിനകം കലാപം ഉണ്ടാക്കുന്നല്ല ബാലകലാപം പറഞ്ഞിരിക്കണേ. 48 മണിക്കൂറിനല്ലേ അവൻ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ ഒരു മുൻകൂർ പാര അങ്ങോട്ട് വെച്ചു കൊടുത്താലോ? ആരാ? നേരം വെളുത്തപ്പോ ചക്ക വെട്ടിയിട്ടതുപോലെ മഞ്ഞത്ത് കിടക്കണതാ കണ്ടത്. ഉണ്ണീഷന്റെ ആത്മാവിനെ കണ്ടുത്രേ. കണ്ടാ പേടിച്ചു പോകും. ഒന്നേ നോക്കിയുള്ളൂ. ആരാ എന്ന് ചോദിച്ചതും അപ്രത്യക്ഷമായി. ഇയാൾക്ക് വെറുതെ തോന്നിയതാവും. മദ്യം ശരിക്കും ധരിച്ചിരുന്നല്ലോ. മദ്യോ? ഞാനോ? ശിവ ശിവ. വേണ്ട, അസത്യം ഒന്നും പറയണ്ട. മുറ്റത്തുനിന്ന് എടുത്തോണ്ട് വന്നപ്പോ നല്ല ഗന്ധം ഉണ്ടായിരുന്നു. ചെലപ്പോ എനിക്ക് തോന്നിയതാവും പ്രേതാണെന്ന്. വെറും തോന്നലല്ല, മാമ്പിള്ളി കണ്ടത് സത്യ. സ്വാമി, ഹോമത്തിന്റെ ബലം കണ്ടു തുടങ്ങിയിരിക്കണു, ഇല്ലേ പരികർമ്മി? സ്വാമി, ഹോമം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് മതിലിന്റെ മുകളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കി 13 ഹോമം കൂടി കഴിയുമ്പോ ആത്മാവ് ഈ ഡിസ്ട്രിക്ട് തന്നെ വിട്ടുപൊക്കോളും. 13? മൊത്തം 14 ഹോമം എന്നല്ലേ സ്വാമി പറഞ്ഞത്? അതെ, അതിനു മുമ്പ് നാം അന്വേഷിച്ചത് കണ്ടെത്തിയാലോ പരികർമ്മി? എന്താ സ്വാമി അന്വേഷിക്കുന്നത്? അത് മോക്ഷം തേടിയുള്ള യാത്രയാണല്ലോ. അതെ അതെ. അരുത്, എന്റെ ഉണ്ണീഷ്ടന്റെ ആത്മാവ് അലഞ്ഞു നടക്കാനിടയാവരുത്. ഹോമം പൂർത്തിയാക്കി ശാന്തി നൽകാതെ സ്വാമി ഇവിടെ വിട്ടു പോകരുത്. അതെ, കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നാലേ എന്റെ കാര്യം അല്ല മോന്റെ കാര്യം. എന്താ? ഞാൻ ആതിരയും കൂട്ടി സിറ്റി വരെ ഒന്ന് പോവാ. നീ മുത്തശ്ശിയോട് പറഞ്ഞോ? കീഴ്ക്കോടതി നിന്നുള്ള അനുവാദം നേരത്തെ വാങ്ങിച്ചു. ശരി. ആതിരേ വരൂ. ഒന്ന് മാറി നിൽക്കും മറമണി മാമ. അധികം വയ്യാതെ ഇങ്ങ് എത്തണം. വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്കാ. നീ അതാ